ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാദിമടി സ്റ്റേ. ഞാൻ ഇന്നൊരു കുത്തിപ്പൊട്ടിക്കൽ പരിപാടിയിലാണ് കേട്ടോ. ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവും. ഒരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് വരുന്നതാണ്. നമുക്ക് 3 എണ്ണമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ, പക്ഷേ 6 എണ്ണം സ്റ്റിച്ച് ചെയ്യേണ്ട ടൈം നമുക്ക് ഇതും അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ്, എന്നാലും സൂചിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമുക്കിതാ നെക്സ്റ്റ് കൊറിയൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ഐറ്റമാണ്. ഒരു ഷ്രഗും ഇന്നറും വരുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് മുംബൈക്കാണ് കൊറിയർ ചെയ്യുള്ളത്. മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ്. അളവും കാര്യങ്ങളൊക്കെ അവർ എഴുതി അയച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ താങ്ക് യു. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മളിത് പാക്ക് ചെയ്യാൻ ബാക്കി കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ തന്നെ അയച്ചു തന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് കവറിലൊക്കെ ഇട്ട് അത് കൊറിയർ ചെയ്യാൻ കൊടുത്തയച്ചു കേട്ടോ. നെക്സ്റ്റ് ഇത് ഹാൻഡ് വർക്ക് ചെയ്തൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ. ഇത് ഞാനിത് കസ്റ്റമർ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും അയൺ ചെയ്ത് വെക്കുകയാണ്. അവർ ട്രയൽ നോക്കാൻ വേണ്ടി വരും. അപ്പോൾ അപ്പോഴേക്കും അത് സെറ്റാക്കണം. നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ. കുറച്ച് എല്ലാതും മുഴുവനായിട്ടില്ല, അങ്ങനെ ഓരോന്നോരോന്നും സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സ്കേർട്ട് നമുക്കിനി റോൾ ചെയ്യാനുണ്ട്. ഇതുപോലെ ക്രോപ്പ് ടോപ്പ്, അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു വർക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതുപോലത്തെ 2 എണ്ണം കൂടി ചെയ്യാനുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് 2 ഫ്രോക്ക് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കേപ്പ് ചെയ്തിട്ടുള്ളത്. ഡ്രസ് കോഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ